It was really worth it. It was such a wonderful experience. It's equal to none. Just being up there, having a bird's eye view of everything. Hello everyone, എൻ്റെ പേര് അർഷാദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഹൈറ്റിലോട്ട് പറന്നുപോയി ഫ്ലൈയിങ് ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. പാരാഗ്ലൈഡിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പുതിയ വിശേഷങ്ങളും അത് പറക്കുമ്പോഴുള്ള ഫീലിങ്ങും എല്ലാം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Actually, I'm so scared and so excited. It's very beautiful view. റിയാദിൽ നിന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? അതാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് 15 കിലോമീറ്ററിന്റെ കാര്യമുള്ളൂ. റിയാദിൽ നിന്ന് ആൾക്കാരോട് കാണാൻ വന്നു. പോകാറുള്ളത് എന്തായാലും വന്ന് കാണുന്നത് തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യണം, കണ്ടാ പോരാ. അതന്നെ, വന്ന് അത് പറഞ്ഞു നോക്കണം. നമ്മൾ ഈ കാണുന്ന ദൃശ്യം പാരാഗ്ലൈഡിങ് ലാൻഡിങ് ചെയ്യുന്ന ദൃശ്യമാണ്. ഇതാണ് ലാൻഡിങ് പ്രോപ്പർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹലോ, യുവർ നെയിം? നെയിം Abdullah. He's Abdullah, our pilot. ഞാനിത് പറന്ന് ഇറങ്ങണ വരെ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും കാണണം. നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ മുകളിലെ എല്ലാ വ്യൂസും ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലീസ് ഇത് തീർച്ചയായും ഇത് ലാസ്റ്റ് വരെയും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായി കണ്ട ഒരു പ്രതീതി കിട്ടുള്ളൂ. ഈ കാണുന്ന ദൃശ്യം പാരാഗ്ലൈഡിങ് ടേക്ക് ഓഫ് ചെയ്യുന്ന ദൃശ്യമാണ്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ പൊങ്ങി നിലവിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിൽ ആയി ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലും. ഏകദേശം ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള വ്യൂസ് അടുത്തതിൽ കാണാം. മെയിനായിട്ട് നമുക്കിത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് ചെന്നപ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് ഫീൽ ചെയ്തത്. അതുപോലെ ഭയങ്കര ഫീലിംഗ്, കാറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും ആ കാറ്റിൻ്റെ ഫീലിംഗ് ഒന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. എനിക്ക് പൈലറ്റ് ഇൻസ്ട്രക്ഷൻ തന്നതാണ്, അതായത് ബോട്ട് പോകുന്നത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത വ്യൂവിൽ ബോട്ട് പോകുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണാം. ഇത് പൈലറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആ പൈലറ്റ് പിടിച്ചേക്കുന്ന ആ ഗിയറും പൈലറ്റ് ചവിട്ടിയേക്കുന്ന ആ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അത് ഒരു ഇതാണ്, അതിനകത്ത് വച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ താഴത്തോടെ പോകുന്ന ബോട്ട് പോണ കണ്ടപ്പോൾ ചോദിച്ചു പൈലറ്റിൻ്റെ അടുത്ത്, ഈ ബോട്ട് എന്താ സർവീസ് എന്ന് ചോദിച്ചപ്പോൾ പൈലറ്റ് പറഞ്ഞു ബോട്ട് സർവീസ് ഉണ്ട്, അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബോട്ട് സർവീസ് കൂടെ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. എന്തായാലും ഈ വ്യൂസ് എല്ലാം കണ്ണിന് കുളിർമയാകുന്ന വ്യൂസായിരുന്നു. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയൊരു ദിവസം. എനിക്ക് വണ്ടർഫുൾ ഡേ ആയിരുന്നു ഇന്ന് എൻ്റെ. ആ താഴത്ത് കാണുന്ന പോർഷൻ നിങ്ങൾ കണ്ടില്ലേ, അത് ഹോളിഡേ ഇൻ ബീച്ച് റിസോർട്ടാണ്. ആ റൗണ്ടിൽ കാണുന്നതാട്ടോ അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കണ്ടത്.
ബാക്കി കാണുന്ന ഭാഗങ്ങളെല്ലാം ബീച്ചിന്റെ ഒരു സൈഡ് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കാണാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ ഒപ്പം വന്ന പൈലറ്റ് എന്നെ ഒത്തിരി സഹായിച്ചു. എല്ലാ വ്യൂസും കാണാനും ഡോൺ വെറി, പേടിക്കണ്ട എന്നെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് പൈലറ്റ് വീഡിയോ എടുക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് നിങ്ങളിലേക്ക് ഒത്തിരി വ്യൂസ് കാണിക്കാൻ പറ്റി. നേരെ തിരിച്ച് എൻ്റെ കൂടെ വന്ന സാലിഹിന് അത്രയും സപ്പോർട്ട് അല്ലായിരുന്നു പൈലറ്റ്. എനിക്ക് ശരിക്കും ബിഗ് താങ്ക്സ് പറയേണ്ടത് എൻ്റെ പൈലറ്റിനോടാണ്. പൈലറ്റ് അത്ര അധികം ഈ വ്യൂസ് കാണിക്കാൻ, നിങ്ങളെ വ്യൂസ് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് പൈലറ്റാണ്. ബിഗ് താങ്ക്സ് പൈലറ്റ്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ കടലിന്റെ ഓപ്പോസിറ്റുള്ള ഡെസേർട്ട് ഏരിയ ആണ്. ഇവിടെയാണ് ആളുകളൊക്കെ വന്ന് ഡെസേർട്ട് ഡ്രൈവിങ്ങും ഒക്കെ ഇത് ചെയ്യുന്നത്. ഡെസേർട്ട് ഡ്രൈവിംഗ് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡെസേർട്ട് ഡ്രൈവിംഗ് നിങ്ങളെ കാണിക്കുന്നതാണ്. ഡെസേർട്ട് ഡ്രൈവിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആ കാണുന്ന റോഡ് കണ്ടില്ലേ, ജസ്റ്റ് വണ്ടി പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഈ റോഡ് ഉക്കേര ടു കോബാർ റോഡാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും പേടിയായ 2 നിമിഷങ്ങൾ, ഒന്ന് ലാൻഡിങ് ചെയ്തപ്പോഴും പിന്നെ ടേക്ക് ഓഫ് ചെയ്തപ്പോഴാണ്. ഇത് ഈ കാണുന്ന ലാൻഡിങ് ആണ്. ഈ ലാൻഡിങ്ങിന്റെ ടൈമിൽ ഈ മെഷീൻ ഓഫാക്കി. അപ്പോൾ സൈലന്റ് ആണ്, ഭയങ്കര സൈലന്റ് ആണ്. ഈ ഇതിനെന്തോ സംഭവിക്കാൻ പോകും പോലെയൊക്കെ നമുക്ക് തോന്നുക. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക ഭയവും വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി അത് ഓഫാക്കി അത് പാരാഗ്ലൈഡിന്റെ അത് വെച്ച് മാത്രം ഇതാണ് ഇവര് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ലാൻഡ് ചെയ്തു. ഐ ആം ഹാപ്പി. ബെസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം. ഞാൻ പൈലറ്റിന് ഒരു താങ്ക്സ് പറഞ്ഞു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാനായിട്ട് നമ്മൾ പറന്ന മെഷീന്. ഇത് ആ ഫാനിന്റെ പവർ വെച്ചാണ് ഇത് പറക്കുന്നത്. പൈലറ്റ് താഴ്ത്തിരിക്കും, ഞാൻ അതിന്റെ മുകളിലിരിക്കും. പാരാഗ്ലൈഡിങ്ങിന് വന്ന 2 സൗത്ത് ആഫ്രിക്കൻ ലേഡീസ് അവര് ഫ്ലൈ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് ബാക്കി ഉള്ളതിലേക്ക് പോകാം. Okay. Here is some guys who have some experience in this. Okay, can you share your name? Oh, I'm Nikki. I'm Annette. Yeah. Annette. Okay, Yes, we're you're both from South Africa. South Africa. Yeah. Well, at the moment we live in Udalia on the other side of Al-Hassa. Okay. So it was a really early start this morning. But 3:30 up in the morning. Okay. but yeah. it was really worth it. It Okay. was such a wonderful experience. Okay. It's equal to none. Just being up there, having a bird's eye view of everything was Okay. just amazing. Absolutely amazing. You tried. She's the adrenaline junkie. I'm usually one that tags along, but I do enjoy it at the end of the day. Okay. I just, yeah. You are not exploring too much, huh? No, I wouldn't go out looking for these things. She usually does Yeah. go, are we going to do My that? vacation is planned on adventure first. Okay. Yeah. The socializing, sitting down, relaxing, watching TV is definitely Okay. not me. How long? Like the big city in comparison to where we live. With the farm, the country mouse is coming to visit this big city. You know, so yeah, sometimes it's a bit Okay. scary, you know. But You know why I live in Koba? Package like scuba diving or like no. I We don't haven't. know We about literally just skydiving. saw
Oh, that was the one that I was going to take you up on. The skydiving now. No, Skydiving, you should go to Dubai. Skydiving, like in that thing that blows you up with the air, I can do Any that. skydiving I haven't done it before, but it's on my to-do in Cape Town list. or South Africa, it's Yeah, there? they do all of those things. അഡ്വഞ്ചർ കോബാർ എന്ന് പറഞ്ഞ ക്ലബ്ബാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന്റെ മോർ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. How are you, Amar? Well, how are you? Okay, what is your packages in this Adventure Kobar? Well, Adventure Kobar is basically it's a platform for different recreational activities in the eastern province of Saudi Arabia. As you do today, we have paragliding, we have parasailing, jet skiing, scuba diving, and we do a lot more desert activities. I mean, we have activities all around the year. Yeah, they actually We have scuba diving. Scuba diving. We do scuba diving here in the Arabian Sea. Arabian Sea. And it's a perfect sport for beginners, starting from 10-year-old up to 50-60 years, no problem. Okay. People are more welcome if you like to stay updated with our events and activities. Please follow us on Facebook or Instagram, and our page is Adventure Kobar. Thank you, Amar. Thank you, so Amar. much. Thank you very much. See you. ഇനി ബോട്ട് സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമുക്കത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബോട്ട് സർവീസ് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് പറയാം. അതുപോലെ ഒരു ബോട്ട് സർവീസ് ചെയ്യാം. ഇത് കോബാർ തന്നെയാണ് കേട്ടോ. കോബാറിലെ ഹാഫ് മൂണിലാണ്. കോബാറിലുള്ളവർ തീർച്ചയായും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് വൈകി കാണാം. എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പ് പോണത്. കടലിൽ ഇങ്ങനെ രണ്ടുപേര് മാത്രം ഇങ്ങനെ ട്രിപ്പ് പോണത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം. വെള്ളിയാഴ്ചയൊക്കെ വന്ന് എല്ലാവരും കാലത്ത് ഒരു 6 മണി മുതൽ ഒരു വൈകുന്നേരം 5 മണി വരെ വെള്ളിയാഴ്ച ഈ സംഭവം ഹാഫ് മൂണിലുണ്ട്. എല്ലാവരും വന്ന് ഇതൊന്ന് ആസ്വദിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടാന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. രണ്ടുപേർക്ക് കൂടി 100 റിയാലാണ് ഇതിന് മുടക്ക് വരുന്നത്. ഇത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ പ്രൈസാണ്. 100 റിയാല് ഇവർ 10-15 മിനിറ്റോളം നമുക്ക് ഈ കടൽ മൊത്തം കാണിച്ചു. ഹാഫ് മൂൺ കോർണിഷിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ട് യാത്രയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടില്ല. ഇത് നമ്മൾ നിലവിൽ ചെയ്തത് പാരാഗ്ലൈഡിംഗ് ആണ്. വ്യത്യസ്തമായ ഇതുപോലത്തെ വീഡിയോകളുമായി വരും വരെ ബൈ ബൈ.